അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അൻസാർ MP തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടും. നമ്മൾ ചാറ്റ് GPT AI ബന്ധപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു AI മോഡലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഷുവർ. നമുക്ക് ട്രൈ ചെയ്യാം. Hey, how are you? Hey, I'm doing great. Thanks for asking. Okay, can you How about introduce you? myself into my audience right now in Pace Radio? Can you introduce myself? Absolutely. I'd be happy to help with that. How about something like this? Hello, everyone. I'm excited to introduce Ansar MP, a dynamic young entrepreneur and AI mentor from Kerala. At just 20 years old and a third-year degree student, Ansar has already made significant strides in the field of artificial intelligence. He's the driving force behind Note AI, Kerala's first student-led AI edutech startup, with a mission to educate over 100,000 students in AI within the next year. Ansar is also an AI mentor at Interval Learning and actively involved in AI research and development. Please join me in welcoming Ansar MP. Okay, thank you so much. അപ്പോൾ ശ്രോതാക്കളെ നമ്മൾ കേട്ടല്ലോ. നമുക്കിപ്പോൾ അൻസർ ഇപ്പോൾ ആണ് നമുക്ക് അൻസറിനെ പരിചയപ്പെടുത്തി തന്നത് അല്ലേ? അപ്പോൾ അത്രയും അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അനുദിനേന അതിൻ്റെ ഒരു തലം വികസിച്ചു കൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ജോലി മറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ എനിക്ക് തോന്നുന്നു ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇതിൽ? പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു, അതിൻ്റെ മെച്ചങ്ങളൊക്കെ പറഞ്ഞു. ഇത് നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് തലങ്ങൾ എന്തുണ്ടോ അത് പറഞ്ഞു തോന്നുന്നു. യെസ്, ഇപ്പം ഇതൊരു പോസിറ്റീവ് സൈഡാക്കി യൂസ് ചെയ്യുക, ഒരു നെഗറ്റീവ് സൈഡായിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് ഞാൻ ഇന്നിവിടെ വന്നിരുന്നിട്ടില്ലാണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെഷൻ മുടങ്ങാതെ നിങ്ങളുടെ ടൈം സേവ് ചെയ്തിട്ട് ഇന്ന് ചാറ്റ് GPT ആണ് ഇവിടെ നിങ്ങളുടെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതൊരു പോസിറ്റീവ് സൈഡാണ്. അതേ സൈഡിൽ തന്നെ എന്നെ ക്ലോൺ ചെയ്തിട്ട് മറ്റൊരാൾക്ക് ഇവിടെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് സാധനങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റു ന്യൂസുകളൊക്കെ സ്പ്രെഡ് ചെയ്യാനും പറ്റും. അതിന് പറ്റും, ഫേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് മോർഫിംഗ് മറ്റു രൂപത്തിൽക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാനും പറ്റും. ലൈക്ക് അത്രത്തോളം ഇതിനെ യൂസ് ചെയ്യാം. ആൻഡ് ലൈക്ക് ഞാൻ നേരത്തെ നമ്മൾ ഫസ്റ്റിലത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൊറ എന്നിട്ടുള്ള ടൂള് ഓപ്പൺ AIയുടെ ചാറ്റ് GPTയുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഓപ്പൺ AIയുടെ ടൂളാണ് സൊറ എന്നുള്ളത്. ആൻഡ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് കൊടുത്താൽ വീഡിയോ രൂപത്തിലാക്കിയിട്ട് തരും. ലൈക്ക് നമുക്കിപ്പോൾ ഒരു സ്കൂളിൻ്റെ ഷൂട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഷൂട്ട് ഒരു ബീച്ചിൻ്റെ സൈഡിൽ എടുക്കണം, നമ്മളൊരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അതിന് വീഡിയോഗ്രാഫേഴ്സ് വേണം, ഡ്രോൺ വേണം, മിനിമം ഒരു 30K to 50K എന്തായാലും എക്സ്പെൻസ് വരും. ലൈക്ക് ആ സാധനം നമുക്കൊരു വീഡിയോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അതങ്ങനെ പ്രോംപ്റ്റ് കൊടുത്ത് കിട്ടുമ്പോൾ അത് പക്ക അതേപോലെ കിട്ടും. ഞാൻ അതിലേക്കാണ് നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നുള്ളത്. അതിൻ്റെ പെർഫെക്ഷൻ കാരണം ഇന്ന് ആ ടൂൾ അത് പബ്ലിക്കിന് അവൈലബിൾ അല്ല. ബിക്കോസ് അവർ തന്നെ അതിൽ ബോധേഡാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. ലൈക്ക് ആ ഒരു ടൂള് പെട്ടെന്ന് തന്നെ പബ്ലിക്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇത് യൂസ് ചെയ്യും? ലൈക്ക് അതായത് മോർഫിങ്ങോ മറ്റു രീതിയിലൊക്കെ ഇതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേൾഡിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ലൈക്ക് അതായത് ഈ ചാറ്റ് GPT ലോഞ്ച് ചെയ്ത ടൈമിന് ഗൂഗിളിൻ്റെ ബില്യൺസ് ഓഫ് ഷെയർ വാല്യൂ ആണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമ്മളൊക്കെ സെർച്ച് എഞ്ചിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗൂഗിൾ ആ ഒരു സ്ഥലത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ചാറ്റ് GPT വന്നു. അതോടുകൂടി അവരുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു. അതിനുശേഷം അവർ ബാർഡ് ലോഞ്ച് ചെയ്തു. ബാർഡിൽ അവർക്ക് കുറേ മിസ്റ്റേക്ക് പറ്റി. പിന്നെ അവർ ഇടിവിലേക്ക് വന്ന് ആ പ്രോഡക്റ്റ് പിന്നെ അതൊരു ജെമിനി എന്നുള്ള പുതിയ ബ്രാൻഡിങ്ങിലേക്ക് വന്നു. അങ്ങനെയാണ് ജെമിനിയിലേക്ക് വരുന്നത്. അതായത് ഒരു ബ്രാൻഡ് കാരണം അത്രയും കുത്തക വാല്യൂ ഉള്ള ഒരു ബ്രാൻഡിനെ തന്നെ ഇടിയാൻ കാരണമായിട്ടുണ്ട്. ലൈക്ക് അത്രത്തോളം ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. ആൻഡ് ഇതൊരു ക്രിയേറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ലൈക്ക് ഒരുപാട് പേരുടെ ജോബ് റീപ്ലേസ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇത് AI നമ്മളൊക്കെ കേൾക്കാറുണ്ടാവും, AI വരും ജോബ് റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളത്. പക്ഷേ ഞാനൊക്കെ പറയാറുള്ളത് AI വരും ജോബ് റീപ്ലേസ് ചെയ്യപ്പെടും, പക്ഷേ AI അറിയുന്ന ഒരാൾക്ക് അറിയാത്ത ഒരാൾ ജോബ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് അതായത് AI വിൽ നോട്ട് റീപ്ലേസ് യു, ബട്ട് എ പേഴ്സൺ യൂസിങ് AI വിൽ റീപ്ലേസ് ചെയ്യപ്പെടും. അതായത് AI അറിയാത്ത ഒരാൾ AI അറിയുന്ന ഒരാൾ റീപ്ലേസ് ചെയ്യപ്പെടും. സോ അതിലേക്ക് നമ്മൾ AIന്
കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്കും ഇവിടെ എക്സിസ്റ്റൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഒരു ക്യാമറാമാൻ്റെ ആ ഒരു ടൂൾ വരുന്നതോടുകൂടി ഒരു ക്യാമറാമാൻ്റെ വർക്ക് പോയി, ഒരു എഡിറ്റിങ്, ലൈക്ക് ആ സൈഡൊക്കെ അത് AI കൊണ്ടുപോവുകയാണ് പല സൈഡിലേക്കും. പക്ഷെ അവിടേക്കൊക്കെ AI അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം മറ്റു വർക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു വ്യക്തിനെ മാത്രം അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ. ലൈക്ക് അത്രത്തോളം ഇതിൻ്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അത്രത്തോളം നെഗറ്റീവ് സൈഡും ഇതിൻ്റെ ബാക്കിലുണ്ട്. സാർ പറഞ്ഞ പോലെ ക്രിറ്റിക്കൽ തിങ്കിങ് ആയാലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഇത് ഉപയോഗിക്കുന്ന മേഖല ആരൊക്കെ? വിദ്യാർത്ഥികൾ, അധ്യാപകർ, ബിസിനസ്. ഇപ്പോൾ ഒരു വീട്ടമ്മ, ഒരു പാരൻ്റ്, അപ്പോൾ അവർക്ക് എന്തായിരിക്കും ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ പാരൻറ്റിന് ക്ലാസ് എടുത്ത് തരണം. ഒരു പാരൻറ്റിനെ സംബന്ധിച്ചോളം അവർ വീട്ടിൽ തന്നെയാണ്. ലൈക്ക് ഞാനൊരു, അതായത് ഇപ്പം ഒരു ഹസ്ബൻഡ്, വൈഫ്, മോന്, ഈ ഒരു ഫാമിലിനെ നോക്കാം. ഹസ്ബൻഡ് ജോബിന് പോകുന്നു, മോന് സ്കൂളിൽ പോകുന്നു, വീട്ടിൽ ഫ്രീ ആയിരിക്കും. ലൈക്ക് നമ്മൾ ഇതുപോലെ സംസാരിച്ചു പോലെ ഫ്രീ ബോറിങ് ടൈമിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ആൻഡ് ഇതേ സാധനം തന്നെ ലൈക്ക് ഇപ്പോൾ നമുക്കൊരു കുക്കിങ്ങിന് കൂടുതലായിട്ട് അറിയില്ല എന്ന് വിചാരിക്കുക. വീട്ടിൽ പക്ഷേ എത്ര പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണം, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ChatGPT-യോട് പറയാം, വീട്ടിൽ എനിക്ക് ഡിഷ് ഉണ്ടാക്കണം, ഇതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, സോ എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ചോദിക്കാൻ പറ്റും. എന്നാൽ ഇതിന് വേണ്ടി ഒരു ടൂളുണ്ട്, കറക്റ്റ് ടൂളിൻ്റെ നെയിം ഞാൻ ഇപ്പോൾ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരായിരുന്നു. ആൻഡ് അതേ സാധനം ChatGPT-ക്ക് കൊടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഓണിയൻ എത്ര ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തുണ്ടാക്കാൻ പറ്റും, ഹസ്ബൻഡ് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് പുതിയ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം. ലൈക്ക് അതിന് യൂസ് ചെയ്യാം. ആൻഡ് അതന്നെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലേക്ക് ഇപ്പോൾ നമ്മളുടെ മക്കളെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇപ്പം ചോദ്യം ചോദിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും AI ചോദിക്കുമ്പോൾ. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ മേ ബി അവർ നല്ല രീതിയിൽ റിസൾട്ട് തരൂല. നമ്മളുടെ ഇതിന് പകരമായിട്ട് AI-നെ കൊണ്ട് ചോദിപ്പിക്കാം. ഞാൻ ഇതേ സാധനം ഇപ്പോൾ പാരൻസിന് മേ ബി പാട്ട് പാടാൻ അറിയാനുണ്ടാവില്ല. ഇപ്പോൾ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ മക്കളൊക്കെ മേ ബി കോളേജിൽ സ്കൂളിൽ നിന്നൊക്കെ പാട്ട് പഠിപ്പിക്കും. അവർക്ക് മേ ബി അതൊന്നും അറിയുന്നുണ്ടാവില്ല. ഞാൻ അതേ സാധനം ഇപ്പം നമുക്ക് പാടി കൊടുക്കാനും അറിയില്ല എന്ന് വിചാരിക്കാം, നേരെ ChatGPT-ന്ന് ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുന്നു. സുനോ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളുണ്ട്. സോ അതിൽ പോയിട്ട് ഈ നമ്മൾ ടെക്സ്റ്റ് നേരെ കൊടുത്തു കഴിഞ്ഞാൽ അത് ലിറിക്സ് ആക്കി പാട്ടാക്കിയിട്ട് ഔട്ട്പുട്ട് നമ്മുടെ കയ്യിൽ തരും. ഒരു ടെക്സ്റ്റ് കൊടുത്താൽ മതി, ഒരു പാട്ടാക്കി തരും. അതായത് ആ പാട്ട് കൊടുത്തിട്ട് മക്ക് പഠിപ്പിക്കുക. അതായത് നമ്മൾ പഠിക്കേണ്ട സാധനം പാട്ട്, അതായത് നമ്മൾ പല ഇന്ന് സിനിമ പാട്ടും ഇതൊക്കെ വെച്ചു കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഇതേ പാട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പാട്ടും പഠിക്കും, കൂടെ നമ്മളുടെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആവുകയും ചെയ്യും. കുട്ടിക്ക് മദ്രസയിൽ, സ്കൂളിൽ ഒരു പരിപാടി പങ്കെടുക്കണം, ഒരു പ്രസംഗം വേണം, അത് ChatGPT-ന്ന് എടുക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണോ, അതൊക്കെ അവിടെയൊക്കെ ഉണ്ടോ? ഓക്കെ, പക്ഷെ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളം തമ്മിൽ അങ്ങനെ ഒരു ഇംഗ്ലീഷല്ലേ കുറച്ചുകൂടി. മലയാളത്തിന് നമുക്ക് ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ക്ലൗഡാണ്. ആൻഡ് ChatGPT-യിൽ നമുക്ക് അവൈലബിൾ ആണ്. മലയാളം ഇതേ സാധനം തന്നെ ഈ വോയിസ് ആക്കി ജനറേറ്റ് ചെയ്യാൻ നരാക്കേട്ട് എന്നുള്ള സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സുനോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നമ്മൾ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ പാട്ടാക്കി തരും. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പം സാർക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നേരെ ക്ലാസ്സിൽ നിന്ന് എന്താക്കും, ഈ കോണ്ടന്റ് നേരെ ഈ സുനോ ടൂളിന് കൊടുക്കുന്നു, അത് നേരെ ഒരു ഓഡിയോ ആക്കി തരും, ക്ലാസ്സിൽ പോകുന്നു, നേരെ അത് വെച്ചു കൊടുക്കുന്നു അല്ലേ. അതൊരു ടീച്ചറിനെ സംബന്ധിച്ചോളം ഭയങ്കര ഹെഡേക്ക് ഒഴിവാക്കുന്ന സാധനമാണ്. ടീച്ചർക്ക് അത് സ്റ്റുഡൻസിന് എൻഗേജിങ് രൂപത്തിൽ പഠിപ്പിക്കാൻ പറ്റും. ശരിക്കും ടീച്ചേഴ്സിന് ഇന്ന് ഒരു പുതിയ കാലഘട്ടത്തിലുള്ള കുട്ടികളെ അത്രയും പിന്നെ എന്താ പറയുക രസകരമായി പഠിപ്പിക്കാൻ അത് വേറെ തന്നെ പഠിക്കാനുണ്ട്. അത് അത്രത്തോളം ഉണ്ട്. ബിക്കോസ് ഞങ്ങൾ ടീച്ചേഴ്സിന് സെഷൻ കൊടുക്കുന്ന ഒരു 1 ഡേ അല്ലെങ്കിൽ 3 ഡേയിൽ തീർക്കുന്ന സെഷൻ അല്ല അത്. അത്രത്തോളം ടൂൾസുകൾ അവൈലബിൾ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ. ലക്ഷക്കണക്കിന് ടൂൾസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. ലൈക്ക് അതന്നെ ഞങ്ങൾ ഇന്ന് ഇതുവരെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം അത്രത്തോളമാണ് ഡെയിലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മാക്സിമം എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളുകൾ ഏതാണോ അത് മാക്സിമം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ സെഷൻസിൽ എവിടെയും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, ഡെയിലി അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കും. അത് ബിക്കോസ് അത്രത്തോളം ടൂൾസുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ചോളം പ്രസൻറ്റേഷൻസ്, സെമിനാറിന് മറ്റ് കാര്യങ്ങൾ, ഇപ്പം ഒരു ക്ലാസ് എടുക്കുകയാണ്, അതൊരു വിഷ്വൽ പ്രസൻറ്റേഷൻ ആക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? നോർമലി ക്ലാസ് എടുക്കുന്നതിന് പകരം അതൊരു വിഷ്വൽ പ്രസൻറ്റേഷൻ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. വീഡിയോസ് ജനറേറ്റ് ചെയ്യാം, ആ രൂപത്തിലൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റും. ലൈക്ക് അത്രത്തോളം സാധ്യതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ക്വിസ് കണ്ടക്ട് ചെയ്യുക, ഒരു നോർമൽ ക്വിസ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുന്നതിന് പകരം അതൊന്ന് ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഇപ്പം ആരാണ് ഏറ്റവും മുന്നിലുള്ളത് അവരെ കാണിക്കാം. ലൈക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ തപ്പി പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ ടൂൾ ചെയ്തോളും. യെസ്.
പിന്നെ ഒരു പാരൻറ്റിങ്ങിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ചില സ്വഭാവങ്ങൾ, ഇപ്പോൾ ടീനേജിലെത്തിയ കുട്ടി അല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടി, അപ്പോൾ അവരായിട്ട് പാരൻറ്റിലെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും എറർ വരുമ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെ, അപ്പോൾ അവിടെ ഒരു ആസ് എ പാരൻറ്റിങ് എന്ന അർത്ഥത്തിൽ അതിനെ എങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റുമോ? ലൈക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ChatGPT-നെ പറയാം. എന്നിട്ട് ChatGPT-യോട് പറയാം, മോനെ ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഈ സ്ഥലങ്ങളിലൊന്നും പഠിക്കുന്നില്ല, ഞങ്ങളുടെ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കും, അല്ലെങ്കിൽ അത് എവിടെ ഏതൊക്കെ രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ രീതിയിൽ പാരൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാം, ഒരു കൺസൾട്ടിങ് എടുക്കുന്നതിന് പകരമായിട്ട് പറഞ്ഞു തരും. ഇത് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇവിടെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകരുത്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി. കുട്ടിയിൽ നിന്ന് കാണുന്ന ചില ഒരു മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇന്ന സ്വഭാവം കാണിക്കുന്നു, അപ്പം അതെന്താണ്, അങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഒരു രോഗം കണ്ടുപിടിക്കാൻ പവറുള്ളതാണ് ChatGPT. അപ്പം ഇതൊന്നും സില്ലി കേസല്ലേ ശരിക്കും. ഇത് എങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ഗൂഗിളിലാണെങ്കിൽ അത് ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇതിൽ ശരിക്കും എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന, ഞാനൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അതേ കഥ അല്ലെങ്കിൽ അതേ ഫാക്റ്റ് അതേ സാധനം പ്രോംപ്റ്റ് ചെയ്താൽ വേറെ ആൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ആയിരിക്കും? ഡിഫറൻസ് ഫീൽ ചെയ്യും. സാറ് സെർച്ച് ചെയ്ത പോലെ ആയിരിക്കില്ല അവർ മുന്നേ സെർച്ച് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ സാർക്ക് വേണ്ട രീതിയിലായിരിക്കും അവർ റിസൾട്ട് തരുന്നുണ്ടാവുക. അവിടെ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ രീതിയിൽ ഒരു ഓൺട്രപ്രണർ അല്ലെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് ആൻസർ തരുന്നുണ്ടാവുക. സാർക്ക് തരുന്നുണ്ടാവുക സാറ് കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്ത ഒരു ബോട്ടാണ് സാറ് കയ്യിലുള്ളത്. അതിനനുസരിച്ചായിരിക്കും സാർക്ക് റിസൾട്ട് തരിക. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഓൺട്രപ്രണറാണ്, ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ഏത് രീതിയിലായിരിക്കും മുന്നേ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് എനിക്ക് തരും. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് ഒക്കെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ മറ്റൊരു കാര്യം ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, ഇതിലേക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും ഷെയർ ചെയ്യരുത്. ബിക്കോസ് അതായത് ബാങ്കിങ് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊന്നും ഒരിക്കലും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഇത് അവർ നമ്മളുടെ ഡാറ്റ എടുത്തിട്ടാണ് നമുക്ക് വീണ്ടും ട്രെയിൻ ചെയ്ത് തരുന്നുള്ളത്. ലൈക്ക് അത് എത്രത്തോളം ഡാറ്റ അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കാരണം അവർ ഫ്രീ ആയിട്ട് ഈ ടൂള് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ബാക്കിൽ ഒന്നും ഇല്ലാണ്ട് അവർ തരില്ലല്ലോ. ശരി. അതിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ലാസ്റ്റിലൊരു കഴിഞ്ഞൊരു 4-5 മാസം മുന്നേ ഒരു ടൂൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൂളിലേക്ക് നമ്മളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൗന്ദര്യവൽക്കരിച്ചിട്ട് ഒരു ഇമേജ് ആക്കി തരും. നമ്മൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സൗന്ദര്യം ഉണ്ടോ ആ രീതിയിൽ ആക്കിയിട്ട് AI ജനറേറ്റഡ് ഇമേജ് തരും. മേ ബി നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും, സ്റ്റുഡൻസും വുമൻസും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ടൂള് ഫ്രീ ആയിരുന്നു. പക്ഷെ ആ ടൂള് കളക്ട് ചെയ്തിട്ടുള്ള ഇമേജുകൾ അത്രത്തോളം ലൈക്ക് നമ്മളുടെ ഒക്കെ ഇമേജുകളെ ഒറ്റയടിക്ക് നമ്മൾ കൊടുത്തിട്ട് അടിച്ചു കൊണ്ടുപോയതാണ്. വേറെ എവിടുന്ന് എടുക്കാതെ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ അവരെന്താക്കി നമ്മളുടെ ഇമേജുകളൊക്കെ എടുത്തു കൊണ്ടുപോയി. ആ ഇമേജുകൾ വെച്ചിട്ടാണ് ഇന്ന് കിട്ടുന്നുള്ള പല വീഡിയോസുകളും പല ഇമേജുകളും ജനറേറ്റ് ചെയ്ത് തരുന്നുള്ളത്. ലൈക്ക് അവർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇമേജുകൾ നമ്മളിൽ നിന്ന് തന്നെ എടുത്തു. പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല, നമ്മളതിനെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചത് നല്ലൊരു ഇമേജ് കിട്ടി, എന്നെ എത്രത്തോളം സൗന്ദര്യം ഉണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിച്ചത്. അതാണ് നമ്മൾ പറയുന്നത്, ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്ന സ്റ്റുഡൻ്റ് ആവട്ടെ, പാരൻ്റ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, എന്ത് ശ്രദ്ധിക്കണം? നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പ്രധാനമായിട്ട് പോകുന്നുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇപ്പം ഈ ടൂളുകളൊക്കെ വരുമ്പോൾ അത്രത്തോളം പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഇത് ബാധിക്കും ഉറപ്പാണ്. അതുപോലത്തെ ഇങ്ങനത്തെ ടൂളുകളിലേക്കൊക്കെ വരുമ്പോൾ മേ ബി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ മോർഫിംഗ് ആയാലും നമ്മളെ വഞ്ചിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് വീഡിയോ കോൾ വന്നിട്ട് ഇതുപോലെ ഒരു ബോട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ വിശ്വസിച്ചു പോകും. അത്രത്തോളമാണ് ഇന്ന് വളരുന്നുള്ളത്. അത്രയും പെർഫെക്ഷനിൽ റിസൾട്ടുകൾ തരുന്നുണ്ട്. അപ്പം ആണോ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മൾ വീഡിയോ കോളിൽ വന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഡിസിഷൻ എടുക്കാം. ലൈക്ക് ഇതൊക്കെ എത്ര വന്നാലും ഡിസിഷൻ മേക്കിംഗ് പവർ നമ്മളെ കയ്യിലാണ്. നമ്മളെ രക്ഷിക്കണം നമ്മൾ വിചാരിക്കണം. നമ്മൾ ഡിസിഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ നടക്കേണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ ടൂളുകളൊക്കെ യൂസ് ചെയ്യുമ്പം മാക്സിമം ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. മാക്സിമം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആരും വന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്കൊന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഈ ടൂളുകളൊന്നും യൂസ് ചെയ്താതിരുന്നാൽ നമ്മളൊന്നും പിന്നെ ഒരു മാർക്കറ്റിംഗ് ആവശ്യമില്ല, ഔട്ടായി പോകും. അതെ, യെസ്. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഞാനിപ്പോൾ ഒരു 3 വർഷം നോർമൽ സ്റ്റുഡൻറ്റിനെ പോലെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റുഡൻസ് ഇന്ന് ഡിഗ്രി കഴിഞ്ഞ് കേരളത്തിൻ്റെ അകത്തും പുറത്തായിട്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. അവിടേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം, എനിക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റണം, എനിക്ക് ഈ സ്കില്ലുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികൾ എന്നെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം, ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മൾ ജോലിക്ക് പോവാം,
മേ ബി ഒരു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് മേ ബി ഒരു 7,000 10K ബഡ്ജറ്റ് സാലറി വരുന്നവിടേക്ക് നമുക്ക് ആ ടൈമിൽ തന്നെ ഒരു 3 ഇയറിനോട് ഒരു 3 എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സാലറി അപ്ഗ്രേഡ് ചെയ്യാം. പാരന്റ്സ് കൂടി മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നിടത്തും അല്ലേ. യെസ്, കാരണം ഇതൊക്കെ നമ്മൾ തന്നെ അത്രയും ചീപ്പ് ഇതായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ എഡ്യൂക്കേഷൻസ്. ലൈക്ക് ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. അതായത് എല്ലാവരും ഇതിൻ്റെ സാധ്യതകൾ അറിയണം, മനസ്സിലാക്കണം. ലൈക്ക് 1-2 വ്യക്തികൾ മാത്രം അറിഞ്ഞാൽ പോരാ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സ്റ്റാർട്ടപ്പ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തും പുറത്തായിട്ട് നമ്മൾ ഇതിന് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യക്ക് അകത്തും പുറത്തായിട്ട് സെഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നൈജീരിയ, കാനഡ, UK, ഇറ്റലി, US, അവിടെ നിന്നൊക്കെ നമുക്ക് ഇന്ന് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ സ്റ്റുഡൻസ് നമ്മൾ ഓൺലൈനായിട്ട് ഇന്ന് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇത് പഠിക്കാനൊരു ബാരിയർ അല്ല, ഓൺലൈനായിട്ട് ഇത് പഠിക്കാം. ഇഫ് അത് പഠിക്കണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. notai.in എന്നുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ലൈക്ക് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക, ഇതിൽ നിന്ന് മാറി നിൽക്കാതെ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക. മാറി നിന്ന് കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്യൂച്ചർ നോക്കിയ ആവും നമ്മൾ. നോക്കിയ വന്നപ്പം നോക്കിയ ഈ സാംസങ്ങും ആപ്പിളൊക്കെ വന്ന ടൈമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ യൂസേഴ്സ് ഞങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നോക്കിയ ആരും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർ ഔട്ട്ഡേറ്റഡ് ആയി. നമ്മൾ അപ്ഡേറ്റഡ് ആവണം. ഇതുപോലത്തെ ടൂളുകൾ വരുമ്പോൾ ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോവുക, കൂടുതലായിട്ട് പോകണമെന്നല്ല, നമ്മൾ ഇതിലൊരു നോളജ് ഉണ്ടാക്കി വെക്കുക. എന്നാൽ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ലൈക്ക് ഇതിൻ്റെ പിന്നിൽ കുറച്ച് നോളജ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇഫ് അത് പാരൻസിന് നിർബന്ധമാണ്, സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ടുണ്ടാവണം. കാരണം നെക്സ്റ്റ് വരുന്ന ഒരു മാർക്കറ്റിൽ നമ്മളൊന്നും ആവശ്യമില്ല. ഈ കമ്പനികളൊക്കെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ആഗസ്റ്റ് മന്തിൽ 30,000 എംപ്ലോയീസിനെ പിരിച്ചു വിട്ടിട്ടുള്ളത്. അതും മൾട്ടിനാഷണൽ കമ്പനികൾ, ആമസോൺ പോലത്തെ പല കമ്പനികളാണ് പിരിച്ചു വിടുന്നുള്ളത്. ബിക്കോസ് അവരൊക്കെ ഇന്ന് AI മാറിക്കൊണ്ടിരിക്കുക. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് സാലറി കൊടുത്ത് വെക്കേണ്ട പല പ്രോസസ്സുകളും ഇന്ന് AI ചെയ്യുന്നുള്ളത്. സാലറി കട്ട് ചെയ്യാം, എത്രത്തോളം പേഴ്സൺസിനെ ഇന്ന് കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ലൈക്ക് ഇതിനൊക്കെ, പക്ഷേ ഇതൊക്കെ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട്. അതായത് ഈ ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. യെസ്, ഈ സാധനങ്ങളൊക്കെ മാറ്റുണ്ടെങ്കിലും ഒരു കമ്പനിക്ക് ഈ 10 ജോബ് ചെയ്യുന്ന 10 ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ 10 ജോലിയും ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവരെല്ലാം എടുക്കുള്ളൂ. യെസ്, ആ രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റാം. ലൈക്ക് നെഗറ്റീവ് സൈഡ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പോസിറ്റീവ് സൈഡാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായിരുന്നാലും വളരെ വളരെ വൈജ്ഞാനികമായിട്ടുള്ള ഒരു എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കാണുന്ന ഒരു ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, ജീവിതഗന്ധിയായ ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഫോണുള്ളതുകൊണ്ട് തന്നെ നമുക്കത് പരിചയപ്പെടാനും അതിൻ്റെ നന്മയുടെ വശങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഒരു ജോലി എന്ന് മാത്രമല്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ദീനിയായ കാര്യങ്ങൾക്ക്, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഷുവർ, യൂസ് ചെയ്യാം. കാരണം ഇപ്പം ഖുർആൻ ഞാൻ പറഞ്ഞു, ഇപ്പം ഓതി പഠിക്കാൻ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പം മേ ബി മദ്രസ പോയി പഠിച്ചിട്ട് മനസ്സിലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ChatGPT പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. മദ്രസ പോയി വന്നിട്ട് രാത്രി ഓതി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഇപ്പം മേ ബി നമുക്ക് നിസ്കാരത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ മറന്നുകൊണ്ട് വിചാരിക്കാം. അത് മറ്റുള്ളവർ ചോദിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ChatGPTയോട് ചോദിച്ച് നമുക്ക് പഠിക്കാം. നമുക്കൊരു മാനക്കേടില്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് റിസൾട്ട് വരുത്താൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇതിപ്പം ഒരു 3 എപ്പിസോഡിൽ തീർക്കാൻ പറ്റാത്ത അത്രത്തോളം കണ്ടന്റുകളുണ്ട്. ലൈക്ക് ഡെയിലി ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല നാളെ നാളെ അതിനെക്കാട്ടിലും നോളജ് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ കോമ്പറ്റീഷൻ അത്രത്തോളമാണ്. ഇത് എവിടെ എത്തും എന്നുള്ളതിൽ ഞങ്ങൾക്ക് തന്നെ ആശങ്കയുണ്ട്. കാരണം ഇതിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് ലൈക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവും, ലൈക്ക് നമ്മളെയൊക്കെ ഇനി ഫ്യൂച്ചറിൽ ആവശ്യം വരുമോ? അതായത് മനുഷ്യന്മാരില്ലാത്ത ഒരു റോബോട്ടിക് ഭരണ കാലഘട്ടത്തിലേക്ക് മേ ബി എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള ഒരു പ്രചോദനമാവട്ടെ. നമ്മുടെ കൂടെ ഈ കഴിഞ്ഞ 3 എപ്പിസോഡുകളുടെയും കൂടെ ഉണ്ടായിരുന്ന അൻസാർ MP ഹൃദ്യമായ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ്. അതോടുകൂടെ തന്നെ വിദ്യാർത്ഥി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംരംഭകനാണ്. ഒരു സ്ഥാപനത്തിൻ്റെ, നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായിട്ട് സവിശേഷം പരിപാടിയിൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.